ഹായ് ഹലോ, ഇറ്റ്സ് മിഹിരൻ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ എടുക്കുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ എഡിറ്റിംഗ് ഒക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഈ ഒരു വീഡിയോ കാണുമ്പോഴെങ്കിലും എപ്പോഴെപ്പോഴും എടുത്ത് ഓർമ്മിക്കാമല്ലോ, അങ്ങനെ എടുത്തു വെച്ച ഒരു വീഡിയോ ആണ് കേട്ടോ. രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് മാറ്റി ഓഫീസിലേക്ക് പോവാണ് കേട്ടോ. ഓഫീസിലേക്ക് വണ്ടി എടുക്കാറില്ല, ടൗണിന് മുന്നേ ഞാൻ അവിടെ വെക്കാറാണ് വണ്ടി. അപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് ഹെൽമെറ്റൊന്നും ഇടേണ്ട ആവശ്യമൊന്നും ഇല്ല, അതുവരെ അത്രയും ദൂരമൊന്നും പോകുന്നില്ല. പക്ഷെ വീട്ടിൽ നിന്ന് ഹെൽമെറ്റ് ഇടാതെ തന്നെ പുറത്തേക്ക് തന്നെ ഇറക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങുകയാണ്. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഓഫീസിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് തന്നെ. അപ്പോൾ അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ബാക്കി വീഡിയോ കുറച്ച് കഴിഞ്ഞാണ് എടുക്കുന്നത്. പിന്നെ അവിടെ വണ്ടി വെച്ച് ഞാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്ന ഫോണാണല്ലോ എനിക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതെടുക്കാൻ ഞാൻ തന്നെ വരണമല്ലോ. അങ്ങനെ വണ്ടി അവിടെ വെച്ചിട്ട് ഞാൻ നേരെ ഓഫീസിലേക്ക് എത്തിയിട്ടാണ്. ഈ മൂന്നാമത്തെ നിലയിൽ എത്തുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഏകദേശം ഒരു വകയാവും. ലിഫ്റ്റ് ഉണ്ട്, പക്ഷെ എനിക്ക് ലിഫ്റ്റിൽ അങ്ങനെ കയറുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ നടന്നിട്ട് തന്നെയാണ് കേട്ടോ പോകാറുള്ളത്. അങ്ങനെ ബാഗൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം വെള്ളം എടുക്കാൻ പോകാണ് കേട്ടോ. വെള്ളം ചൂടുവെള്ളം വേണേൽ ചൂടുവെള്ളം ഉണ്ട്, പച്ചവെള്ളം വേണേൽ പച്ചവെള്ളം ഉണ്ട്. എന്നാൽ പിന്നെ നമുക്ക് രണ്ടും മിക്സ് ആക്കി അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് ചേച്ചി ഇതവിടെ ചായയൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടവരെ എന്നെ വീഡിയോ എടുക്കല്ലേ മോളെ എന്ന് പറഞ്ഞിട്ട് ചേച്ചി അങ്ങ് മാറി നിന്നിട്ടുണ്ട്. അങ്ങനെ ചായേൻ്റെ ഒക്കെ വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ വെള്ളം എടുത്തു കേട്ടോ. വെള്ളം എടുത്തൊന്ന് ബാത്റൂമിലൊക്കെ പോയി ഒന്ന് കണ്ണാടിയൊക്കെ നോക്കിയിട്ട് നേരെ ഡ്യൂട്ടിക്ക് കയറുകയാണ്. പിന്നെ ഇന്നെൻ്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്നെനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അവിടെ ഞാൻ ഇന്നലെ ലാസ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടീനെ പറ്റിക്കുന്നതാണ് നിങ്ങൾ അപ്പാണ് കണ്ടത്. പിന്നെ ഡ്യൂട്ടി ടൈം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നേരെ ലഞ്ച് ബ്രേക്കാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ലാസ്റ്റ് ഡേ ഉള്ള ഫുഡ് കഴിക്കലും കൂടിയായിരുന്നു. എല്ലാവരും ഒന്നും ഉണ്ടായിരുന്നില്ല, ആരൊക്കെയോ ലീവൊക്കെ ആയിരുന്നു. അപ്പം ഇവരെയൊക്കെ ഒന്ന് കാണുമ്പോൾ, ഈ വീഡിയോ കാണുമ്പോൾ ഓർക്കാമല്ലോ, അല്ലെങ്കിൽ ഓർക്കും, എന്നാലും വീഡിയോയിൽ കൂടെ കാണുമ്പോൾ അത് പ്രത്യേകിച്ചൊരു ഓർമ്മ തന്നെയാണല്ലോ. പിന്നെ ഞാൻ പറയുന്നത്, ഞാൻ ഇന്ന് തക്കാളി ചോറാണ് കൊണ്ടുവന്നതെന്നുള്ളത് ഞാൻ അറിയില്ലേന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അങ്ങനെ ലഞ്ച് ബ്രേക്ക് നമുക്ക് 2 മണി വരെയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസത്തെ പോലെ ഞങ്ങൾ ഒന്ന് ടൗണിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി വെറുതെ ഇറങ്ങി ചുറ്റിക്കറങ്ങി നടക്കലാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. അതുപോലെ തന്നെ അതായത് ഇന്നും ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം കറങ്ങി, പ്രത്യേകിച്ചൊന്നുമില്ല, എവിടെയെങ്കിലുമൊക്കെ പോയി പിന്നെ അതും ഇതൊക്കെ വാങ്ങി കഴിച്ച് നേരെ പിന്നെയും ഓഫീസിലേക്ക് തന്നെ കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് അറിയുന്നത് കൊണ്ട് തന്നെ എൻ്റെ അടുത്ത് എല്ലാവരും പറയും, നിനക്ക് ഡെയിലി ഇങ്ങനെ ഇവിടെ ഓഫീസിൽ വരുന്നതും അതും ഇതൊക്കെ വീഡിയോ എടുത്തിട്ടൂടെ, എന്തുകൊണ്ട് ഇങ്ങനെ മടിച്ചിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നെന്തായാലും ലാസ്റ്റ് ഡേ ആണ്, ഇതൊക്കെ കാണിക്കാനും ഇതൊക്കെ ഓർക്കാനും കൂടിയുള്ളൊരു എന്ന് പറഞ്ഞിട്ട് അവസാന സമയത്ത് എനിക്ക് സൽനേച്ച് കൊണ്ടെത്തുന്നതാണ് കേട്ടോ ഈ ഒരു ചോക്ലേറ്റ്. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന്, നമുക്ക് അവരുടെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടെന്ന് അറിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് എത്രയായാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. തമാശക്കാണെങ്കിൽ പോലും ഞാനിവിടെ നിന്ന് ഇറങ്ങിയാൽ നിങ്ങളിന്ന് ഓർക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഈ ഒരു സമയത്ത് എല്ലാ അസറ്റും അവിടെ ഏൽപ്പിച്ച് പുറത്തിറങ്ങാൻ നിൽക്കുമ്പോൾ ഉണ്ടായ എൻ്റെ ഈ ഒരു സങ്കടം ഉണ്ടല്ലോ, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല കേട്ടോ. കുറേ ആൾക്കാരെ പരിചയപ്പെടുന്നു, അവരുമായിട്ടൊക്കെ അടുക്കുന്നു, പെട്ടെന്ന് അവരെയൊക്കെ പിരിഞ്ഞ് പോകേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സങ്കടം, അത്രയും ആൾക്കാർ നമ്മളെ സ്നേഹിക്കാനുണ്ടെന്ന് അറിയുമ്പോഴുള്ള സന്തോഷം, അതൊക്കെ ഒരു വേറെ തന്നെ ഒരു ഫീലിങ്സാണ് കേട്ടോ. പിന്നെ ഞാനിവിടുന്ന് പോകാനുള്ള കാരണം, എനിക്ക് വേറൊരു ജോബ് കിട്ടിയിട്ടോ. അവരെന്നെ ഒരുപാട് തവണ അവിടെ തന്നെ പിടിച്ച് നിർത്താൻ നോക്കിയെങ്കിലും ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ജോബ് കിട്ടിയപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു കേട്ടോ. അവിടെ നിന്ന് എനിക്കൊരു പേരും കിട്ടിയിട്ടുണ്ട്, കിളിക്കാമ്പെട്ടിന്ന്. അപ്പോൾ എന്നെ സ്നേഹിച്ച എല്ലാവരോടും തിരിച്ച് സ്നേഹം മാത്രം. അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ.